ഇന്നലെ വൈകിട്ട് വരാൻ കണക്കൊക്കെ ഡ്യൂട്ടിക്കുന്നു. അറ്റവും ഒരു വന്നില്ല പിന്നെ മുഴുവൻ വന്നില്ല. പാപ്പരേ, ഇതാരുടെ വണ്ടിയാ? ആ, ഇപ്പോഴും വീട്ടിൽ അവിഹിത കണക്ഷൻ ഉണ്ടോ? ഉണ്ടെങ്കിൽ പറയൂ, റിപ്പോർട്ട് എഴുതിയിട്ട് എനിക്ക് പൊടിയും തട്ടിപ്പോകാം. കാറ് പൊക്കോളൂ, പറയൂ പറയൂ. പെരുവഴിയിലായതിന്റെ സുഖം ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ മാധവൻ നായർക്ക്. എനിക്ക് ചെന്ന് കയറാൻ ഒരു വാടക വീടെങ്കിലും ഉണ്ട്. ഇനി നിങ്ങൾ ഏത് ഹോട്ടലിൽ ചെന്ന് താമസിച്ചാലും അപ്പോ ആ പ്രതാപസിംഹത്തിന് മുന്നിൽ ഞാൻ നിങ്ങളെ പിടിച്ചിട്ട് കൊടുക്കും. ചെല്ല്. മനസ്സിൽ പകയുണ്ടെന്ന് കരുതി ബാലേട്ടൻ ഇത്രയും താഴേക്ക് വരുമെന്ന് ഞാൻ വിചാരിച്ചില്ല. കണക്കുകൾ തീർക്കുമ്പോ അവരെന്റെ അച്ഛനും അമ്മയാണെന്നുള്ള കാര്യം ബാലേട്ടൻ മറന്നു. നാളെ ഇനി അച്ഛനോടുള്ള വിരോധം എന്നോട് കാണിക്കില്ലെന്ന് എന്താ ഉറപ്പ്? തീർന്നോ? എന്റെ അനിയത്തി ഒഴുക്കുന്ന കണ്ണീരിന് ഒരായുസ് മുഴുവൻ നീളുന്ന ശിക്ഷ നിന്റെ അച്ഛന് കൊടുത്താലും മതിയാവില്ല. ജീവിതത്തിൽ ഒരുപാട് തിരിച്ചടികൾ കിട്ടിയവനാ ഞാൻ. ഒരു തവണയെങ്കിലും എനിക്കൊന്ന് ജയിച്ചേ പറ്റൂ. തലച്ചോറ് തുരുമ്പെടുത്തിട്ടില്ലെന്ന് സ്വയം വിശ്വസിപ്പിക്കാൻ വേണ്ടിയെങ്കിലും. അതിനേത് വഴിയും ഞാൻ സ്വീകരിക്കും. എന്തു വേണേ ആയിക്കോളൂ. എല്ലാം നേടിയെന്ന് അഹങ്കരിച്ച് മടങ്ങിയെത്തുമ്പോ ഒരുപക്ഷെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. പ്രതാപസിംഹേ, ഒരു കാര്യം താൻ മനസ്സിൽ കുറിച്ചിട്ടോ. പാപ്പന് മാധവൻ നായർ എന്റെ അളിയനാ. എന്റെ കൊക്കിന് ശ്വാസം ഉണ്ടെങ്കിൽ അളിയൻ വീട്ടിൽ കയറും, എന്റെ ചേച്ചിയുടെ കൂടെ താമസിക്കും. ഏത് കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കൊന്ന് അറിയണം. നീ പട്ടിയെ പോലെ 24 മണിക്കൂർ ഉറങ്ങാതെ കണ്ണിൽ എന്നെ ഒഴിച്ച് കാത്തിരുന്നാലും എന്റെ അളിയന് ഒരു ചുക്കം ചെയ്യാൻ സാധ്യമല്ല. ബെറ്റുണ്ടെങ്കിൽ ഒന്ന് ശ്രമിച്ചു നോക്ക്. നാ വടക്കണോ? എന്താ ഇത് പനവല്ലേ പട്ടി പിടിക്കുന്ന പോലെ? എടാ മോനെ, ചൂട്ട് കത്തിച്ച് കടലിൽ മുക്കിയ കടല് തിളക്കിയാല. മോൻ പോ. മോൻ പോയില്ലെങ്കിൽ മോൻ പോയിരിക്കും. വിളിക്ക് പോലീസിനെ. എന്തിനാ? Unwarranted misconduct in a restricted place by a drunken person. Section 510 IPC അല്ലേ സർ? Very good. Yes sir. Yes sir. എന്തോന്ന് എസ്? നിന്നെ വരട്ടിയാ മതി എന്നാണ് ഞാൻ പറഞ്ഞേ. അല്ലെങ്കിൽ വെട്ടി നുറുക്കി 510 സെക്ഷൻ ആക്കിയനെ. സിംഹത്തിന്റെ അല്ല, വെട്ടേക്കില്ല. അതൊക്കെ ഞങ്ങൾ ഇടിച്ചു പൊടിച്ചു മാറ്റും. പൊടിമില്ലായിരുന്നു ജോലി? അല്ല, മിലിറ്ററിയിലായിരുന്നു. നീ പോടാ. I remind you, നിയമം കയ്യിലെടുക്കരുത്. He's my staff. You fellow. എനിക്ക് അത്യാവശ്യം ഒരു സ്ഥലം വരെ പോകണം. ആശുപത്രിയിലാണ് സർ. ചേച്ചി എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത്? നടന്നു പോട്ടെ. ഞാൻ ആ സിംഹത്തിന് 4 കൊടുത്തിട്ട് വരിക. അപ്പൊ അയാൾ എന്നോട് കിടുങ്ങുന്ന ചോദ്യം, മാധവൻ നായർക്ക് വേണ്ടിയല്ലേ പുതിയ കമ്പനിയെന്ന്. അല്ലെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. എങ്കിൽ പിന്നെന്താ ഓപ്പൺ ആക്കാത്തതെന്ന്. നാളെ നേരം വെളുക്കും ഓപ്പൺ ആക്കുമെന്ന് ഞാൻ പറഞ്ഞു. അയ്യോ, എന്തിനാ അങ്ങനെ പറഞ്ഞത്? അളിയന്റെ കമ്പനിയാണെന്ന് റിപ്പോർട്ട് പോയ ആകെ കുഴപ്പമാ. കമ്പനി തുറന്നോന്നറിയാൻ നാളെ സിംഹം വരുന്നെന്ന്. അഥവാ തുറക്കാന്ന് വെച്ചാലും ആരതൊക്കെ നോക്കി നടത്തും? എന്റെ ചേച്ചി, അതിന് ഞാനില്ലേ. അളിയനോ ചേച്ചിക്കോ ഒരു പ്രശ്നം വന്നാൽ വേറെ ആരെ സഹായിക്കാൻ? ചേട്ടനോട് ഒരു വാക്ക് ചോദിച്ചില്ല. അളിയനെ കാര്യം പറഞ്ഞാൽ മനസ്സിലാവും. ചേച്ചി ഇതിലൊന്ന് ഒപ്പിട്. എന്താ ഇത്? കമ്പനിയുടെ പവർ ഓഫ് അറ്റോണി. അയ്യോ പേടിക്കണ്ട, എന്റെ പേരിലോട്ടൊന്ന് മാറ്റുന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എല്ലാ സ്ഥലത്തും കമ്പനി കാര്യങ്ങൾക്ക് ചേച്ചി നേരിട്ട് കയറി ഇറങ്ങേണ്ടി വരും. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതും ഈ അവസ്ഥയില്. ഇതാ ഇതിലൊന്നുമില്ല. ധൈര്യമായിട്ട് ഒപ്പിട്ടോളൂ. നിർത്തൂ. ഇത് കളരി സെക്ഷൻ. ഓഹോ, തെക്കൻ മുറയാ. ആഹാ. എല്ലാം നല്ല പദം വന്ന അഭ്യാസികളാ. ഒരു വാളും പരിചയം തരാൻ പറയൂ. കൊടുക്ക. ഇവര് കൊള്ളാം. ഇവരെ നമുക്കെന്തിനാ? 4 നേരം സൂപ്പ് വെച്ച് കുടിക്കാൻ. വെറുതെ ഇരടാ കഴുതേ. സിംഹം നരവേട്ട തുടങ്ങിയ എന്തെങ്കിലും പറഞ്ഞോ? പാറ പോലെയുണ്ട്. ഇതിലൊരു 4 പീസുകൾ വേണം. ഒരു 4 മണിക്കൂറിനടുത്തേക്ക് മതി. തുക അല്പം കൂടും. ഇതിനൊക്കെ സർക്കാർ ഒരു റേറ്റ് വെച്ചിട്ടുണ്ട്. കുറച്ച് നടക്കേണ്ടി വരും. കിട്ടിയാ കിട്ടി. ഒരു 3 കൊട്ടേഷൻ വൗച്ചർ അടക്കം എന്റെ ഓഫീസിൽ എത്തിച്ചേക്ക്. ദെൻ സ്റ്റാർട്ട് ഓപ്പറേഷൻ. ഓ, ട്രമൻഡസ്.
നിങ്ങളൊക്കെ ആരാ? നിങ്ങൾക്ക് എന്താ വേണ്ടേ? അതൊക്കെ പിന്നെ പ്രധാനോട് കയറാം. ഏ? നീ കേറ്. വിട് എന്നെ വിട്. വിടാൻ വിടാൻ. ആഹാ. ഹലോ മിസ്റ്റർ മാധവൻ നായർ. കൊള്ളാം. ഓ, അപ്പൊ ഇത് തന്റെ പണിയായിരുന്നു അല്ലേ? എന്താ എനിക്ക് വേണ്ടത്? എന്തിനാ എന്നെ കൊണ്ടുവന്നേ? ഈ സർട്ടിഫിക്കറ്റ് ഓർമ്മയുണ്ടോ? എനിക്കറിയില്ല. പെട്ടെന്ന് വിവാഹമോചനം നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടി കോടതിയിൽ നിങ്ങൾ ഹാജരാക്കിയ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണിത്. ഒരു ഭർത്താവെന്ന നിലയിൽ നിങ്ങൾ പരിപൂർണ പരാജയമാണെന്ന് തെളിയിക്കുന്ന ഔദ്യോഗിക രേഖയാണ്. ഡോക്ടർ, ടെസ്റ്റ് തുടങ്ങാം. എന്ത് ടെസ്റ്റ്? ഒരു ചെറിയ ടെസ്റ്റ്, പൊട്ടൻസി ടെസ്റ്റ് എന്ന് പറയും. നിങ്ങൾ ഹാജരാക്കിയ രേഖ വ്യാജമാണോ എന്ന് ഇദ്ദേഹത്തിനോട് സംശയം. ഇപ്പൊ കഴിയും. നിങ്ങൾ ആ വസ്ത്രങ്ങൾ നയിച്ചു. വസ്ത്രം ഡോക്ടർ, അയാളെ പിടിക്കും. എന്റെ വക്കീലെ എനിക്കറിയില്ല. കക്ഷി കൊണ്ടുവന്നു, ഞാൻ ഹാജരാക്കി. ദാറ്റ്സ് ഓൾ. പ്ലീസ് ബിലീവ് മീ. മിസ്റ്റർ ബാരിസ്റ്റർ, ദിസ് ഇസ് ഫോർജറി ഓഫ് റെക്കോർഡ്. കോടതിയെ കബളിപ്പിക്കാൻ കൃത്രിമ രേഖകൾ ചമച്ചാൽ IPC സെക്ഷൻ 466 പ്രകാരം 7 വർഷം വരെ തടവും പിഴയും ലഭിക്കും. വക്കീലിന് ഭാഗ്യം ഉണ്ടെങ്കിൽ ഉണ്ടയും തിന്നാം. അല്ല, അതെനിക്കറിയാം. ആഹാ. ഈ താമ്രപത്രം എഴുതിയ ഡോക്ടറെ കുറിച്ച് വല്ല വിവരമുണ്ടോ? അതൊരു തമിഴനാ, ആ. തിരുനെൽവേലിക്കാരൻ, ആ. അരുൾ ശെൽവൻ. ഏതോ ഒരു കറസ്പോണ്ടൻസ് കോഴ്സുകാരനാ. MBBS എവിടെയാ കറസ്പോണ്ടൻസ് കോഴ്സ്? അണ്ണാൻമലൈ. അണ്ണാ മലയിൽ തന്നെ ഇരിക്കട്ടെ. എനിക്കൊരു കാര്യം അറിഞ്ഞാൽ മതി. ഈ മിസ്റ്റർ മാധവൻ നായർ ആക്ച്വലി ഇമ്പോർട്ടന്റ് ആണോ? വെറുതെ സാറേ, ആളെ ചുറ്റിക്കാൻ. അയാൾക്കിപ്പോ പൊട്ടൻസിയുടെ ടെസ്റ്റ് വേണ്ടത് തലയ്ക്കാ. ഓർഗൻ ഏതാണെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അത് സാറിന് വിടുന്നു. ഇന്നിനി പൊട്ടൻസി ഉണ്ടെങ്കിൽ തന്നെ അന്നതില്ലായിരുന്നു. ഇപ്പോൾ തിരിച്ചു കിട്ടിയെന്ന് വാദിക്കാം. ഇതൊക്കെ വരാനും പോകാനും ഒരുപാട് നേരം വേണോ സാറേ? എന്തായാലും ആ തിരുനെൽവേലിക്കാരൻ ഡോക്ടർ കോടതി വരേണ്ടി വരും. വരുത്തണം. പിടിച്ച പിടിയാലേ ഡൈവോഴ്സ് കിട്ടാൻ അന്ന് അതേ മാർഗം ഉണ്ടായിരുന്നുള്ളൂ. അതെനിക്ക് മനസ്സിലായി. പക്ഷെ കോടതി അത് മനസ്സിലാക്കണം. അതിന് തെളിവാണ് പ്രധാനം. അതിനാണല്ലോ തലയ്ക്ക് വെളിവുള്ള എന്നെ സർക്കാർ ഈ പണി ഏൽപ്പിച്ചത്. തന്നെ ഏൽപ്പിച്ചില്ലല്ലോ. യു ക്യാൻ ഗോ. അയ്യോ, മിണ്ടരുത്, ശബ്ദം ഉണ്ടാക്കരുത്. കയ്യിലെ കാശൊക്കെ തീർന്നു. നീ കുറച്ച് കാശെടുക്ക്. ഇത്രയും വേണോ? ഇത്രയും വേണ്ട. അല്ലെങ്കിൽ ഇരിക്കട്ടെ, ഇടയ്ക്കിടയ്ക്ക് കയറി വരാൻ പറ്റുമോ? ദേ, ഇത്രയും പണം കൊണ്ട് നടന്നു പോണ്ട, അപകട. നീ പേടിക്കണ്ട. ഡോ, എന്നിട്ട് ഡോർ തുറക്ക്. അല്ലെങ്കിൽ വേണ്ട, ഡിക്ക് തുറക്ക്.